ഈ ഒരു ടേബിളിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെയറും കൂടെ, അതായത് വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാനും ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അത് ക്ലോസ് ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാം. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും, ഇത് കംപ്ലീറ്റ് ആയിട്ട് വുഡിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ട്. നമ്മുടെ മെയിൻ ആൾക്കാരെ ഇവരെ പരിചയപ്പെടുത്താതെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാര്യമായിട്ടുള്ള ഭയങ്കര എന്താ പറയുക, ഇന്റീരിയർ ചെയ്യുക, ഫോൾ സീലിംഗ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പണികൾ ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ലൈഡിംഗ് സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഉള്ളിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TV നേരെ വാളിൽ വെച്ചേക്കാണ്. നമ്മൾ ഭയങ്കര എന്താ പറയുക, കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കള്ളിയോ കുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ബോക്സാണ് ചെയ്ത്. ഈ ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ വരുമ്പോഴേക്കും ഇത് മുഴുവനായിട്ടൊരു സോളിഡ് ആയിട്ടുള്ള ഒപ്പേക്ക് ആയിട്ടുള്ള സാധനമായിട്ട് ഈ ഒരു ട്രാൻസ്പെറൻസി കളയരുത് എന്നുള്ള റിക്വയർമെൻറ്റ് കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് ഈ ഒരു ഷട്ടർ നമ്മൾ ഇത്തരത്തിലുള്ള പ്ലെയിൻ ഗ്ലാസ് ചെയ്തു. അതിൻ്റെ അകത്ത് അപ്പുറത്തെ സൈഡ് നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ടൈലാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. 6x4 സൈസിലുള്ള ടൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മിനിമം ജോയിൻസ് നമുക്ക് വന്നിട്ടുള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാരെ സപ്പോർട്ട് ഉണ്ട്, ഒത്തിരി ആൾക്കാർ. കാരണം എല്ലാ മേഖലയും നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഒരു സഫ്വാനെ കൊണ്ടോ ഒരു സൂരജിനെ കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സിമ്പിൾ ആൻഡ് പ്രീമിയം ഫീൽ തന്നെയായിരുന്നു നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തെടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള വാൾസ് ആണ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഫസ്റ്റ് ഹൗസ് വാമിംഗ് തീർന്നിട്ടുള്ള നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിൽ തലശ്ശേരിക്ക് അടുത്ത് പുല്ലൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. നമുക്കറിയാം, വീടുണ്ടാക്കുന്ന ഏതൊരാൾക്കാർക്കും അവരുടെ വീട് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഡ്രീം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഡ്രീം ഹോമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് നമ്മുടെ ഡ്രീം ഹോമുകൾ തന്നെയാണ്. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ക്ലയൻസ് ഉണ്ട്. ചില ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനെ കുറിച്ചോ കൺസ്ട്രക്ഷനെ കുറിച്ചോ സ്പേസിനെ കുറിച്ചോ ഒരു ധാരണയില്ലാത്ത ആളുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തായിരിക്കും നമ്മൾ ആ ഒരു ഡിസൈനിലേക്ക് വരുന്നുണ്ടാവുക. ചില കേസിലുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസിനെ കുറിച്ചിട്ടൊക്കെ കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളോ എസ്തെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്കൊരു പ്രയാസം ഉണ്ടാവുക. അപ്പോൾ അവരുമായിട്ട് നമ്മൾ മറ്റൊരു തരത്തിലായിരിക്കും ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടാവുക. എന്നിട്ടായിരിക്കും നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് വരിക. ഈ ഒരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള രീതിയിൽ തന്നെ അവർക്ക് വേണ്ട സ്പേസിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന അമാൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് ഈ വീടിൻ്റെ സ്പേസസും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കൺസ്ട്രക്ഷൻ വന്ന സമയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു. ആറ്റിഗ്രാം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊജക്റ്റിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ഈ കാണുന്ന പരുവത്തിൽ ഭംഗിയായിട്ട് എടുക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മൾ ആർക്കിടെക്ചറിനെ എടുത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം കുറേ പ്രോജക്ട്സ് നമ്മൾ ഡിസൈനിങ്ങും ഈ പറഞ്ഞ എക്സിക്യൂഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൈറ്റിൽ നിന്നുള്ള ഒരു സ്ട്രെസ്സ് നമുക്ക് വരാതെ, സൈറ്റിൽ നിന്നുള്ള ടെൻഷൻസ് ഒന്നും നമുക്ക് വരാതെ ഈ കൺസ്ട്രക്ഷൻ ഭംഗിയായി കൊണ്ടു നടക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലാണ് ആ ഒരു പ്രൊജക്റ്റ് ഭംഗിയായിട്ട് പോവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് സഫ്വാനാണ്. നമുക്ക് യാതൊരു
തരത്തിലുള്ള ടെൻഷനും തരാതെ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന രീതിയിലേക്ക് ഈ പ്രൊജക്റ്റ് ഭംഗിയായി എത്തിച്ചതിൻ്റെ ഒരു കോർഡിനേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് സമാധാനപരമായിട്ടും സഫ്വാൻ ടെൻഡർ കോക്കനട്ടാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് വിത്ത് നമ്മുടെ കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് എൻ്റയർലി ഒരു 25 സെൻറ്റ് അടുപ്പിച്ചിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട്, നമ്മുടെ ഒരു പറമ്പ് ഫേസിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് രാവിലെ ലൈറ്റൊക്കെ അടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇത്തരത്തിലുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു രീതിയിൽ നമ്മളൊരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ചെറിയ കണക്ടിവിറ്റി ഒക്കെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് തലശ്ശേരി ആയതുകൊണ്ട് തന്നെ ചെങ്കല്ല് വെച്ചിട്ടാണ് എൻ്റയർ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. നമ്മുടെ ഗേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഗേറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ മുറ്റത്തിൻ്റെയും ലാൻഡ്സ്കേപ്പിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അപ്പം നമ്മുടെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് നമുക്കൊരു ഹാർഡ് സ്കേപ്പിങ്ങും സോഫ്റ്റ് സ്കേപ്പിംഗ് ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഹാർഡ് സ്കേപ്പിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്റ്റോണാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റിൽ ജെറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് കളറ് ഫ്ലെയിംഡ് ഫിനിഷ് ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കോബിളായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2x2 സൈസ് ടൈലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു കുറച്ച് ഏരിയ, ഒരു പാർക്കിംഗ് പോലെയൊക്കെ ആയിട്ട് നമ്മളൊരു ഏരിയ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കവറായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് പേൾ ഗ്രാസ് ആണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു പുറത്ത് കണ്ട ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ വിക്കറ്റ് ഗേറ്റിലൂടെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാസേജ് ഉണ്ട്. ആ പാസേജിൽ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ മുഴുവനായിട്ട് നമ്മൾ പേൾ ഗ്രാസിനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈറ്റിൽ ഉണ്ടായിരുന്ന ഈ തെങ്ങിനെയും ജാതിക്ക മരങ്ങളൊക്കെ നമ്മൾ അതുപോലെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ നല്ലൊരു എലമെൻ്റ് ആയിട്ട് ആ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഷെയ്ഡും നമുക്ക് കിട്ടുന്നുണ്ട്. ആ വിക്കറ്റ് ഗേറ്റ് നേരെങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ റിയർ സൈഡിലേക്ക് പോകുന്ന പോർഷനിൽ നമ്മൾ ചെറിയൊരു കണക്ഷൻ എലമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വിക്കറ്റ് ഗേറ്റിൽ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വഴി വരുന്നുണ്ട്. ആ പാസേജിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സീറ്റിംഗ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുറ്റൊക്കെ ഇരുന്ന് കാണാനുള്ള പർപ്പസിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വഴി ആക്ച്വലി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു തറവാട് വീടും കൂടെ നമുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള ഒരു കണക്ഷൻ, ഒരു വിക്കറ്റ് ഗേറ്റ്, ഒരു പാസേജ് ഒക്കെ നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എലമെന്റ് കാണാം. നമ്മുടെ വീടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അത് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ വീടിൻ്റെ ഒരു ബാക്ക് യാർഡും അതുപോലെ തന്നെ ഈ തറവാട് വീടിൻ്റെ ഒരു കിച്ചണും ബാക്ക് യാർഡൊക്കെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു വിഷ്വൽ സെപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ബ്രിക്ക് വെച്ചിട്ട് ഈ പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ ഇത്തരത്തിലൊരു ചെറിയ ഗ്രീൻ സെപ്പറേഷനൊക്കെ ചെയ്തു. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആർച്ച് എന്ന് പറയുന്നത് നമ്മൾ മുഴുവനായിട്ട് GI ട്യൂബിൽ ബെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ആർച്ച് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ജാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടിക, നമ്മുടെ മഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രിക്ക് എടുത്തിട്ട് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് തരാം. നമുക്ക് ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ തൊട്ട് നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നമ്മൾ പേവിങ്ങിൽ വന്നിട്ടുള്ളത്. നമ്മുടെ തറയായിട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് പെബിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്ലിന്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RR ക്ലാഡിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെതർ ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് നമ്മളിവിടുത്തെ ക്ലയൻറ്റിൻ്റെ മെയിൻ ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു കളർ തീമിൻ്റെ കാര്യങ്ങൾ ഇവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എൻ്റയർ പില്ലർ നമ്മൾ ടീക്ക് വുഡ് വെച്ച് ക്ലാഡ് ചെയ്ത് എടുത്തേക്കാണ്. നിങ്ങൾ കളർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീക്കിൻ്റെ ഒരു മഞ്ഞ കളറല്ല, ഒരു ചെറിയ ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക് വാൾനട്ട് ഷെയ്ഡിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ക്ലയൻറ്റ് വലിയൊരു കുറേ കൺസേണുകൾ ഒരു കൺസേൺ ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്ലോർ ടൈലുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്രൗൺ എന്താ പറയുക, ഒരു എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ഒക്കെ ഫിനിഷിലുള്ള ഒരു ടെക്സ്ചറൊക്കെ ഉള്ള ടൈലൊക്കെ ചെയ്തിട്ടുള്ളത്. ഈവൻ ഫർണിച്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ട്രഡീഷണൽ എലമെൻറ്റ്സ് നമ്മളിവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ മോഡേൺ ആൻഡ് സിമ്പിൾ ആയിട്ടാണ് ഇതിൻ്റെ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത്. ഈവൻ ഫർണിച്ചേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഓരോന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്സ് ഈ പറയുന്ന പോലെ ഒരു ഗ്രാനൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങളിവിടെ നേരെ സീലിംഗിലേക്ക് നോക്കുക. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് എത്തി സീലിംഗിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു ട്രഡീഷണൽ എലമെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ സീലിംഗ് ഓടൊക്കെ വെച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആ ലൈറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, ആൻറ്റിക് ഫീലിലുള്ള ലൈറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളിവിടെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗിൽ ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതേസമയം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫർണിച്ചേഴ്സൊക്കെ ഒരു ട്രഡീഷണൽ ടച്ചിലുള്ള
ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് നമ്മൾ ചെയ്തു. ഇവിടെ നിങ്ങൾ എലമെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പില്ലേഴ്സും അതിൻ്റെ ഷേപ്പെല്ലാം ഒരു ട്രഡീഷണൽ ഫീലിൽ നമ്മൾ ചെയ്തു. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സീലിംഗ് ടൈലൊക്കെ ചെയ്തു. അതിനൊക്കെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫിനിഷസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടി ഫിനിഷൊക്കെ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ ഫോർമാറ്റ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബ്ലെൻഡിങ് ചെയ്തിട്ടാണ് നമ്മുടെ എൻ്റയർ സ്പേസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് നമ്മൾ ഇനി എടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ ഒരു ഫർണിച്ചർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സീറ്റിംഗ് കം ഒരു ഷൂ സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ഫർണിച്ചർ വന്നിട്ടുണ്ട്. ഇതെല്ലാം വുഡ് നമ്മൾ ടീക്ക് വുഡിനെ അല്ലെങ്കിൽ വിനീർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീക്ക് വിനീറിനെ നമ്മുടെ ഒരു തീമിലേക്കുള്ള കളറിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഡീറ്റെയിലും കൂടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഒരു ഡീറ്റെയിലിംഗ് പാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിന് ഒരു ട്രഡീഷണൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻസ് വേണം, പക്ഷേ ഭയങ്കര വുഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സാധനം വേണ്ട, വളരെ മിനിമൽ ആയിട്ടുള്ള ഡീറ്റെയിൽ മതി എന്ന് പറഞ്ഞു. അത് നമ്മൾ ഈ ഡോർ തൊട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾ അടുത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡോറാണ്. അത് ടീക്ക് വുഡാണ് ഷട്ടർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇത് പറയുന്നില്ല, നമ്മൾ കംപ്ലീറ്റ് ടീക്ക് വുഡിനെ ഈ ഒരു ഡാർക്ക് വാൾനട്ട് ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വുഡിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫ്ലൂട്ടഡ് ഒരു ഡീറ്റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പഴയ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്ന ഒരു ഡീറ്റെയിലാണ്. അപ്പോൾ ആ ഒരു ബ്ലെൻഡ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആ ഒരു ഡീറ്റെയിൽ ഒക്കെ കൊണ്ടുവന്നു. ഹാൻഡിൽസ് എല്ലാം നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഹാൻഡിൽസ് ഒക്കെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു ഫൊയർ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 4 ബെഡ്റൂംസ് ആണുള്ളത്. നമുക്ക് ഒരു ഫോർമൽ ലിവിംഗ് റൂം, അതുപോലെ തന്നെ ഒരു ഫാമിലി ലിവിംഗ് റൂം, ഒരു പ്രെയർ സ്പേസ്, ഒരു കോമൺ ടോയ്ലറ്റ്, കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഇങ്ങനെയൊക്കെയുള്ള ഫോർമാറ്റിലാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ഫയർ സ്പേസിൽ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു എൻ്റയർ കളർ തീം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു ലൈറ്റ് ബീച്ച് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബ്രൗണിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് നമ്മൾ മേജറായിട്ട് വുഡും അതുപോലെ തന്നെ സിമിലർ വുഡ് വിനീറുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു സെയിം ടൈല് നമ്മളിവിടെ സ്കേർട്ടിങ്ങിന് പോയിട്ട് ആ സ്കേർട്ടിങ്ങിൽ നമ്മൾ ടൈല് വെക്കുമ്പോൾ പലപ്പോഴും ടൈലിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണുന്നത് അത്ര ഒരു നീറ്റ് അല്ലാതെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു കോമൺ പോർഷനിലെല്ലാം നമ്മൾ ഈ ടൈലിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു വുഡൻ ബീഡിങ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോയറിൽ നിന്ന് നമുക്ക് ആദ്യം നമ്മുടെ ഒരു ഫോർമൽ ലിവിങ്ങിൻ്റെ വിശേഷങ്ങൾ നോക്കാം. നമ്മുടെ ഈ ഒരു ഫോർമൽ ലിവിങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് നമ്മൾ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഇൻറ്റീരിയർ ചെയ്യുക, ഫോൾ സീലിംഗ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പണികൾ ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടാണ് നമ്മുടെ സ്പേസ് ഇരിക്കുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ ഷെയ്ഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓപ്പണിങ്സ് ഉണ്ട്. ഇപ്പോൾ കേർട്ടനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലെയർ ആയിട്ട് ഒരു ഷിയർ കർട്ടനോ ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടനോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ഡീറ്റെയിലിംഗ്, അതായത് ഒരു ഫോർമൽ ലിവിങ്ങിൻ്റെ ഒരു റിച്ച്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബേസിക്കലി വുഡ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ്റയർ റൂമിൻ്റെ കോർണേഴ്സിൽ കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വുഡൻ സ്ട്രിപ്പ് നമ്മൾ ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ഫർണിച്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റം ചെയ്തിട്ടാണ് നമ്മളിവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സ്പേസിൽ നമ്മൾ ഫർണിച്ചർ ലേ ഔട്ടും അതുപോലെ തന്നെ ഫർണിച്ചർ ഡിസൈനും ഇതിൻ്റെ ഒരു എൻ്റയർ കളർ തീം അതുപോലെ തന്നെ ലൈറ്റിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വാമായിട്ടുള്ള ഒരു ഡിം മോഡിലുള്ള ലൈറ്റിംഗാണ് ചെയ്തിട്ടുള്ളത്. നേരെ മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഷാൻഡിയർ ഒക്കെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് വാളിൽ 1-2 ഷെയ്ഡ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ മിക്സ് എന്ന ഒരു മിനിമൽ ആയിട്ടുള്ള ഫോർമാറ്റിൽ. അപ്പോൾ അതിനെയൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാൾ ഫാനൊക്കെ വെച്ചിട്ടുള്ളത് കാണാം, പിക്ചർ ഫ്രെയിംസ് കാണാം. ഇത്രയാണ് നമ്മുടെ ഫോർമൽ ലിവിങ്ങിൻ്റെ വിശേഷം എന്ന് പറയുന്നത്.
ഫോർമലിൽ നിന്ന് നമുക്കിനടുത്ത് നമ്മുടെ ഫാമിലി ലിവിംഗ് റൂം എടുക്കാം. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഞാൻ ജസ്റ്റ് ഒരു പ്ലാനിങ്ങിനെ കുറിച്ചും കൂടെ പറഞ്ഞു പോകാം. നമ്മൾ ഈ ഒരു ഫാമിലി ലിവിംഗിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് വരുന്നുണ്ട്. ഒരു അപ്പർ ലിവിംഗിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഫോയർ ഈ ഒരു കണക്ഷനിലേക്കുള്ള ഒരു ഓവർവ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്പേസിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിൻ്റെ ഈ പറയുന്ന എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫർണിച്ചേഴ്സ് കംപ്ലീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള വാൾ മാത്രമേ ഉള്ളൂ. ഈവൻ ടെക്സ്ചേഴ്സ് പോലും നമ്മൾ യൂസ് ചെയ്തില്ല. അപ്പോൾ വളരെ മിനിമലായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ സീലിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വരുന്ന ഒരു ഫർണിച്ചറിനെ എല്ലാം ഒന്ന് ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സീലിംഗിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രൈപ്സ് വുഡൻ സ്ട്രൈപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാർട്ടീഷൻ വാളുകളും നമ്മൾ ഇത്തരത്തിലുള്ള വെർട്ടിക്കലായിട്ടുള്ള കുറച്ച് എലമെൻസും ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാർട്ടീഷൻസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം കളർ തീമാണ്. വളരെ മിനിമം ഷെയ്ഡ്സ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വുഡിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ്, ആ സെയിം ഷെയ്ഡ് തന്നെയാണ് നമ്മൾ മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ന്യൂട്രൽ വൈറ്റ് ലൈറ്റാണ് ഇതിൻ്റെ എല്ലാ ഒരു റിയൽ കളറും ആ ഒരു ആംബിയൻസും കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫർണിച്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ടച്ചുള്ള ഫർണിച്ചർ, അതായത് എൻ്റെ ടീക്ക് വുഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ടീക്ക് വുഡിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാൾനട്ട് ഷെയ്ഡിലേക്കാണ് ചെയ്തിട്ടുള്ളത്. റാറ്റൻ ഫിനിഷസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രഡീഷണൽ ടച്ച് പിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റാറ്റൻ ഫിനിഷസ് കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളായിരിക്കുന്നതുകൊണ്ട് തന്നെ ഫാബ്രിക്കിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ടാണ് ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടുള്ളത്. കേർട്ടൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഷിയർ കേർട്ടനും അതുപോലെ തന്നെ ഒരു സെമി ബ്ലാക്ക് ഔട്ട് ക്ലോത്ത് കേർട്ടനൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടി വിയുടെ യൂണിറ്റാണ്. നമ്മൾ ടി വി നേരെ വാളിൽ വെച്ചേക്കാണ്. നമ്മൾ ഭയങ്കര എന്താ പറയുക, കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കള്ളിയോ കുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലാണ് ഒരു ബോക്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റിയൽ വുഡ് വർക്കിൽ ചെയ്യുന്നത് പോലുള്ള ഗ്രൂവ്സ്, ഒരു ആൻറ്റിക് ഫീൽ വരുന്ന രീതിയിലുള്ള ഹാൻഡിൽസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു എൻ്റയർ ഫീൽ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിൻ്റെയും ഫോർമൽ ലിവിങ്ങിൻ്റെയും അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഒരു ഫോയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഫോയർ സ്പേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡോറ്, അതുപോലെ തന്നെ അത് നമ്മളൊരു ഫ്ലൂട്ടഡ് ഗ്ലാസ് ഒക്കെ വെച്ചൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രെയർ റൂം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു പ്രെയർ സ്പേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള സിമെട്രിക് ആയിട്ട് 2 സ്റ്റോറേജസ് ആണ് ചെയ്തിട്ടുള്ളത്. 2 സഫ് എടുക്കാനുള്ള സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുറാനിലെ സൂറത്ത് നമ്മൾ ഇത്തരത്തിലൊരു നമ്മുടെ തീമിനെ മാച്ച് ചെയ്തുകൊണ്ട് ഒരു ഫ്രെയിം ഒക്കെ ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ പ്രെയർ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പ്രെയറിന് വീണ്ടും നമ്മൾ ഈ കോമൺ ഫോയറിലേക്ക് വന്ന് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മളെ ഒരു ചെറിയ ഷെൽഫ് ആൻഡ് സ്റ്റോറേജ് സ്പേസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ വിനീർ ആൻഡ് വുഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ട്രോഫീസും നമ്മുടെ മെഡൽസും ഒക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് രസമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒത്തിരി കള്ളികളൊക്കെ ഉള്ള ഒരു പോർഷനൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ വീണ്ടും മിനിമൽ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറേജ് പോർഷൻസ് ആക്കിയിട്ടുള്ളത്. നിങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോമൺ ടോയ്ലറ്റ്, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അപ്രോച്ചബിൾ ആയിട്ട് ഒരു സൈഡിൽ തന്നെയുള്ളത്, എന്നാൽ നേരിട്ട് ആ ടോയ്ലറ്റ് കാണാത്തൊരു രീതിയിലാണ് അതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് എല്ലാം വന്നിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ അടുത്ത മെയിൻ ഭാഗങ്ങൾ വരാൻ പോകുന്നത്. നമ്മുടെ ഫാമിലി ലിവിംഗ് എന്നൊക്കെ ഇങ്ങ് മാറിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ഓപ്പണിംഗ്, ഒരു എൻ്റയർ ഓപ്പൺ പ്ലാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടുന്ന് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്, നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ, ആ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഇങ്ങ് പോകുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഒരു അഡീഷണൽ ഒരു ഫോയർ സ്പേസും കൂടെ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എഗെയിൻ ഒരു ചെറിയ സ്റ്റോറേജും ഒരു ടെക്സ്ചർഡ് ആയിട്ടുള്ള ഒരു വാളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. നമ്മുടെ എല്ലാ ഡോർസിനും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബീഡിംഗ് ഒക്കെ കൊടുത്തു. ഒരു ലക്ഷറി ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ട്രഡീഷണൽ ടച്ച് ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡോർസിനെല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ, ഇത്തരത്തിലുള്ള ഒരു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു. ആൻറ്റിക് അല്ല, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് റെയിലൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ടൊരു ട്രഡീഷണൽ അല്ല, ഫുള്ളായിട്ടൊരു ആൻറ്റിക്കും അല്ല, ഒരു സെമി ഫോമാറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ബെഡ്റൂം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ വളരെ മിനിമൽ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് തന്നെയാണ് നമ്മൾ ബെഡ്റൂമിലും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ നമ്മുടെ ഫോർമൽ ലിവിങ്ങിൽ പറഞ്ഞ ഒരു സിമിലർ ആയിട്ടുള്ള അപ്രോച്ച് അവിടെ എടുത്തത്. അതായത് ഫർണിച്ചർ ഡീറ്റെയിലാണ് നമ്മൾ ആ ഒരു ഇൻറ്റീരിയർ ഇത് കൊണ്ട് ഒരു സിമ്പിൾ ആൻഡ് പ്രീമിയം ഫീൽ തന്നെയായിരുന്നു നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തെടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള വാൾസാണ്. നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ കോർണേഴ്സിൽ ഇത്തരത്തിലുള്ള ഒരു വുഡൻ ഡീറ്റെയിൽ, അത് ത്രൂ ഔട്ട് നിങ്ങളുടെ റൂമിലും ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഡീറ്റെയിൽ മാത്രമേ ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ പ്രോപ്പറായിട്ട് നമ്മൾ രസമായിട്ട് ആ ലൈറ്റിംഗ് എല്ലാം പ്ലാൻ ചെയ്തു. നമ്മൾ ബെഡൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിലാണ്. എൻറ്റയർ ആയിട്ട് വുഡിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി ടേബിൾ ആൻഡ് ഒരു ചെയർ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ടേബിൾസ് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഹാൻഡിൽസ്, ആൻറ്റിക് അല്ല പക്ഷേ ഒരു ആൻറ്റിക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ വിത്ത് ഒരു പൗഡർ കോട്ടഡ് ബ്ലാക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു കുറച്ച് ഗ്രൂവ്സ് ഒക്കെ നമ്മൾ ഡിസൈൻ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. സിമിലർ ആയിട്ട് നമ്മൾ മാട്രസ് അല്ലെങ്കിൽ കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. കുറച്ച് പിക്ചർ ഫ്രെയിംസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ലാമ്പ് ഷെയ്ഡ്സ് നോക്കുക, ഒരു മിനിമൽ ഫോർമാറ്റിലുള്ള ലാമ്പ് ഷെയ്ഡ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ റൂമിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെയറൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനൊരു റാറ്റൻ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടിന്യൂറ്റി ഇങ്ങനെ ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കേട്ടനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷിയർ കേട്ടനും അതുപോലെ തന്നെ ആ ഒരു പാറ്റേണിന് മാച്ച് ചെയ്യുന്ന ഫോർമാറ്റിലുള്ള ഫാബ്രിക് കേട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടുന്ന് നേരെ നമ്മുടെ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് കാണാം. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ട്രഡീഷണൽ സ്റ്റൈലും എലമെൻസും പിക്ക് ചെയ്തിട്ടുണ്ട്, കുറേ മോഡേൺ എലമെൻസ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മുഴച്ച് നിൽക്കാനും പാടില്ല, ഒരു മാച്ചിങ് ഫോർമാറ്റിൽ പോകണം എന്നൊക്കെ ഉള്ളതായിരുന്നു നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനിങ് ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 സീറ്റർ നമുക്ക് വേണം എന്നുള്ളത് നമ്മുടെ റിക്വയർമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, നമ്മുടെ മോഡുലാർ കിച്ചണിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. 2 ഹൈറ്റ് ചെയേഴ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രോക്കറി ഷെൽഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഒരു മെയിൻ കൺസേൺ ആയിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ വരുമ്പോഴേക്കും ഇത് മുഴുവനായിട്ടൊരു സോളിഡ് ആയിട്ടുള്ള ഒപ്പേക്ക് ആയിട്ടുള്ള സാധനമായിട്ട് ഈ ഒരു ട്രാൻസ്പെറൻസി കളയരുത് എന്നുള്ള റിക്വയർമെൻറ്റ് ക്ലയൻറ്റിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് ഈ ഒരു ഷട്ടർ നമ്മൾ ഇത്തരത്തിലുള്ള പ്ലെയിൻ ഗ്ലാസ് ചെയ്തു. അതിൻ്റെ അകത്ത് അപ്പുറത്തെ സൈഡ് നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് ചെയ്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ നമുക്ക് അവിടെ കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം വുഡൻ ഡീറ്റെയിൽ നമ്മൾ ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. അതായത് ടീക്ക് വിത്ത് ഒരു വാൾനട്ട് ഷെയ്ഡൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ടീക്കിൻ്റെ മഞ്ഞ കളഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ നമ്മൾ ചെയ്തു. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ ഒരു വിട്രിഫൈഡ് ടൈൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നേരെ മുകൾ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിങ്ങിൽ ഒരു ചെറിയ വുഡൻ ഡീറ്റെയിൽ നമ്മൾ ചെയ്തു. ഇതിൻ്റെ ഒരു പ്രീമിയം ഫീല് റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് ത്രൂ ഔട്ട് ഒരു ബോർഡറൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ സെയിം ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വാഷ് ബേസിൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എൻറ്റയർ ലെങ്ത്തിൽ നമ്മൾ മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൺ ഇവിടുത്തെ കൗണ്ടേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീ വുഡിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഷെയ്ഡ് ചെയ്തിട്ട് വാട്ടർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ എവിടെയോ നമ്മൾ കണ്ടു പറഞ്ഞിട്ടുള്ള ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ആൻറ്റിക് ഫീലിലുള്ള ഒരു ഡീറ്റെയിൽ കൊണ്ടുവന്നു. ഹാൻഡിൽസ് ഒക്കെ സിമിലർ സാധനങ്ങൾ, ആൻറ്റിക് ആണെന്ന് ചോദിച്ചാൽ ആൻറ്റിക് ആണ്, പക്ഷേ അതിൻ്റെ ഫിനിഷ് വന്നിട്ട് നമ്മളൊരു ബ്ലാക്ക് പൗഡർ കോട്ട് രീതിയിൽ ചെയ്തു. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഫിനിഷസ് എല്ലാം ഇവിടെ മിക്സ് ചെയ്തു. നേരത്തെ യൂസ് ചെയ്ത ബ്രിക്ക് ക്ലാഡിങ് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കോഡ്സ് ഒക്കെയാണ് നമ്മളിവിടുത്തെ ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ മോഡുലാർ കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ഫോയർ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഓപ്പണിംഗ് കാണാം. നമ്മുടെ വാസ്തു കറക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫിനിഷിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സെയിം ട്രീറ്റ്മെൻറ്റ് ഒക്കെ നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മോഡുലാർ കിച്ചണിലേക്ക് നമ്മൾ ഈ ഒരു രീതിയിലാണ് എൻ്റർ ആവുന്നത്. കിച്ചൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും, ഇത് കംപ്ലീറ്റ് ആയിട്ട് വുഡിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് കാർ കേസ് മുഴുവനായിട്ട് നമ്മൾ പ്ലൈവുഡിലും അതുപോലെ തന്നെ ഷട്ടേഴ്സ് എല്ലാം റിയൽ ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിനെ വാട്ടർ പ്രൂഫായിട്ട് പോളിഷൊക്കെ ചെയ്തെടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിംഗിൾ കൗണ്ടറാണ് നമുക്കുള്ളത്. അവിടെ ഒരു ഓവർ ഹെഡ് സ്റ്റോറേജ് കാണാം.
നമുക്ക് അണ്ടർ കൗണ്ടർ ഇത്തരത്തിലുള്ള സ്റ്റോറേജ് കാണാം. അതിൻ്റെ കൂടെ ഒരു സീറ്റിങ്ങിൻ്റെ താഴെ നമ്മൾ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ക്രോക്കറി ഷെൽഫിൻ്റെ റിയർ സൈഡാണ്. ഇവിടെ നമ്മൾ ആ ഫ്ലൂട്ടഡ് ഗ്ലാസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് കിട്ടുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോറേജാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഈ പറഞ്ഞ റിയൽ വുഡ് വെച്ച് അതിനെ ഒരു പോളിഷൊക്കെ ചെയ്ത് വാട്ടർ പ്രൂഫ് പോളിഷൊക്കെ ചെയ്തിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല ഈ ഒരു ഷട്ടേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ ഒരു ട്രഡീഷണൽ ഫോർമാറ്റിലുള്ള ഒരു ഡിസൈൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് സെയിം തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിങ്ങിന് കോഡ്സ് തന്നെയാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോറേജ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ വിൻഡോയിൽ നമ്മളൊരു കേർട്ടനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇരിക്കാം. ഇതൊരു വെർട്ടിക്കൽ ഒരു പാൻട്രിയൊക്കെ പോലെ ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള ഷട്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഈ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഷട്ടേഴ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മോഡുലാർ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക് സ്പ്ലാഷിംഗ് ഒക്കെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫോർമാറ്റിലുള്ള ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇത്തരത്തിൽ കേർവ്ഡ് ആയിട്ടുള്ള എൻഡിലുള്ള ടൈൽസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ജനറൽ എപ്പോക്സി ഫില്ല് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓവർ ഹെഡിലും നമ്മൾ സെയിം ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു ടീക്ക് വുഡിലുള്ള ഷട്ടേഴ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു ഇൻഡക്ഷൻ ടോപ്പ് 4 പോയിന്റ്സ് ഉള്ള ഇൻഡക്ഷൻ ടോപ്പ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഹുഡ് ഇവിടെ വരുന്നുണ്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ എൻഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രോക്കറി സ്റ്റോറേജ് ഒക്കെ പോലെ ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുള്ള ഷട്ടേഴ്സ്, ഇതിന് താഴെയായിട്ട് ഇത്തരത്തിലുള്ള ഡ്രോവറൊക്കെയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു മോഡുലാർ കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം സമയം ഡിസൈനിങ്ങിന് ഡിസ്കഷന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കിച്ചണൊക്കെ നമ്മൾ ഉണ്ടാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു. അടുത്തത് നമുക്കൊരു മെയിൻ ഫംഗ്ഷണൽ കിച്ചൺ വരുന്നുണ്ട്. അപ്പോൾ ആ കിച്ചണിലേക്കുള്ള ഒരു എൻട്രി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്ലാസ് സ്ലൈഡിംഗ് ഡോർസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് സ്ലൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കിച്ചൻ്റെ ലേ ഔട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഇത്തരത്തിലുള്ള ഒരു ഐലൻഡ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു ഐലൻഡ് ടേബിൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ നോക്കിക്കുക, അതായത് ഇതിൻ്റെ കൗണ്ടറിൻ്റെ ഷേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എൽ ഷേപ്പ് കൗണ്ടറും അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് കൗണ്ടറും ഒക്കെ രണ്ട് സൈഡിൽ നമുക്ക് കൗണ്ടർ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സൈഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സിങ്ക് വരുന്നത്. ഈ ഒരു സിങ്കിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പല ആളുകളും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഒരു മൾട്ടി ഫംഗ്ഷണൽ സിങ്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു നോബ് ഈ തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് ഈ രീതിയിൽ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇതിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാനും ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അത് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാൻ ഈ രീതിയിലുള്ള ഒരു നോബ് വരുന്നുണ്ട്. നമുക്ക് ഈ ട്രേസ് ഒക്കെ എടുക്കാനും റിമൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫോർമാറ്റുള്ള സാധനമാണ്. എഗെയിൻ ഇത് ക്ലോസ് ചെയ്ത് ഇതിലുള്ള വെള്ളം നമുക്ക് ഈ രീതിയിൽ കണ്ടോ, ഈ രീതിയിൽ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ഈ രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ ഒരു ട്രേയും നമുക്ക് ഇത്തരത്തിൽ റിമൂവബിൾ ആയിട്ടുള്ള ട്രേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഗ്ലാസ് ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിറ്റർജൻറ്റോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോസിൽ വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരേണ്ടതാണ്, ഫില്ല് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഒരു ഫോസറ്റും കൂടെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആ കൗണ്ടറിൻ്റെ ഈ ഒരു എഡ്ജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ പ്രൊജക്ഷനും ഒരു ചെറിയ ഗ്രൂവ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമായി കഴിഞ്ഞാലും ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമായി കഴിഞ്ഞാലും നമുക്കത് എൻ്റെ സാധനം വൈപ്പ് ചെയ്ത് നേരെ നമ്മുടെ സിങ്കിലേക്ക് എടുക്കാൻ പറ്റുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ആക്സലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡസ്റ്റ്ബിൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ അടുത്ത നമ്മളിവിടെ ഒരു സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് പാത്രങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെക്കാനുള്ള ഒരു പോർഷൻ, ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഒരു സ്റ്റോറേജ് നോക്കുന്ന രീതിയിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കത് ക്ലോസ് ചെയ്തിടാം. ഇവിടെ എല്ലാം നമുക്ക് ബേസിക് സ്റ്റോറേജ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിലൊക്കെ നോർമൽ സ്റ്റോറേജാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർട്ടിക്കലായിട്ടുള്ള കുറച്ച് സ്റ്റോറേജ്
ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഗേസ് മുഴുവൻ നമ്മൾ PVC ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷട്ടേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BWP ഗ്രേഡിൽ 710 ഗ്രേഡിലുള്ള പ്ലൈവുഡ് ലാമിനേറ്റ് പ്രസ്ഡ് ആയിട്ട് എഡ്ജ് ബാൻഡിങ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ അടുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കുക്കിംഗ് റേഞ്ചാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കുക്കിംഗ് റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസ് ലിഡ് ഉണ്ടാവും. നമുക്ക് ഈ റേഞ്ചൊക്കെ ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ എടുത്തിട്ട് ഇതിനുള്ള സ്പേസ് ഇവിടെ വിട്ടുവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഹുഡും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിൻഡോസ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈവൻ ഈ വിൻഡോസിൻ്റെ ഒക്കെ ഈ കോർണേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സെയിം കോഡ്സ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ നമ്മുടെ നേരത്തെ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന സെയിം തീമിനെ മാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ലാമിനേറ്റ്സും ഒരു ഷെയ്ഡ്സും ഒക്കെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കോഡ്സിൻ്റെ ഷെയ്ഡ്സ് എടുത്തു കഴിഞ്ഞാലും ഒരു ഇത്തിരി ഡാർക്ക് ഗ്രേ ആ ഫോർമാറ്റിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് ഓവർ ഹെഡ് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ആക്സറീസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി സ്റ്റോറേജസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു PVC ലാമിനേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ലോഡർ ആയിട്ടുള്ള നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മുടെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കുക്കിംഗ് റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഈ അണ്ടർ കൗണ്ടർ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ 2 ഡ്രോയേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ആക്സറീസ് ഒക്കെ ചെയ്യാൻ പാകത്തിനുള്ള 2 ഡ്രോയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കുന്നത്. പ്ലേറ്റ് ട്രേ ഒക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കിച്ചണിന് വേറൊരു ഹാൻഡിൽ എന്നുള്ള ഫോർമാറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഷട്ടേഴ്സ് എല്ലാം ഒന്ന് ഷാംഫർ ചെയ്തിട്ട് അത് തന്നെയാണ് നമ്മുടെ ഹാൻഡിലായിട്ട് വർക്ക് ചെയ്യണത്. കണ്ടോ, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എഡ്ജ് ബാൻഡിങ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഈ ഒരു ഫോർമാറ്റിൽ വർക്ക് ചെയ്യണത്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഷ് വാഷറും കൂടെ. അപ്പോൾ പ്രോപ്പറായിട്ട് കൺസീൽഡ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഒരു ഡിഷ് വാഷർ ഇരിക്കുന്നത്. കണ്ടോ, സെയിം ലാമിനേറ്റ് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ ഒരു കോർണർ യൂട്ടിലിറ്റി എന്നൊന്നും പറയുന്ന രീതി ചെയ്തിട്ടില്ല. ആ കോർണർ ഒന്ന് യൂസ് ചെയ്യാമെന്നുള്ള പരുവത്തിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം ആക്സറീസ് മിനിമമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു 2 ഡോർ ആയിട്ടുള്ള ഫ്രിഡ്ജാണ് വന്നിട്ടുള്ളത്. ഇത് അഗെയിൻ കൺസീൽഡ് ഫ്രിഡ്ജ് അല്ല, നമ്മളൊരു കൺസീൽഡ് ഫോർമാറ്റിലാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിൽ മൊത്തം ഓവർ ഹെഡ് സ്റ്റോറേജും അതുപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ കൗണ്ടർ സ്റ്റോറേജും ഉണ്ട്. ഈ ഒരു പോർഷനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു LED പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം മൊത്തം നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറേജസ് കാര്യങ്ങളാണ് ഇവിടെയൊക്കെ വരുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് വെച്ചു. നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സിമിലർ ഫോർമാറ്റിലുള്ള പ്ലെയിൻ സ്റ്റോറേജസ് ആയിട്ടാണ്. കാരണം കണ്ടോ, വേറെ ആക്സറീസ് നമ്മൾ യൂസ് ചെയ്തില്ല. ഇവിടെ എത്തുമ്പോഴേക്കും ഇതെല്ലാം ഡ്രോവേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ വാസ്തു, നമ്മുടെ ഈ സൂത്രം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ യൂണിറ്റും കൂടെ വരുന്നുണ്ട്. ആ വെർട്ടിക്കൽ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ഹൈറ്റിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ കൺവെൻഷണൽ ഓവൻ എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് വീണ്ടും ഒരു വെർട്ടിക്കൽ പാൻട്രി യൂണിറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതെല്ലാം സെപ്പറേറ്റ് ഇത്തരത്തിലുള്ള സ്റ്റോറേജസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണുള്ളത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ ഈ സെൻറ്ററിലുള്ള ഈ ഒരു ടേബിളാണ്. ഈ ഒരു ടേബിളിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെയറും കൂടെ, അതായത് ഒരു 4 സീറ്റർ ഡൈനിങ് ടേബിളായിട്ട് കൂടെ ഈ ഒരു ടേബിള് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കയറ്റി വെക്കാനായിട്ടും പറ്റും. ഈ എൻ്റയർ ടേബിളും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ നിന്ന് നമുക്കൊരു സ്റ്റോർ ആൻഡ് ഒരു അഡീഷണൽ ആക്സസറി റൂം കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. നമ്മുടെ ഈ ഒരു കിച്ചണിൽ നമ്മുടെ സ്റ്റോറിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഡോറ്, അത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ്, ഒരു ക്ലിയർ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റോറിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളൊരു അയണിങ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അയണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ കോഡ്സ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമ്മൾ ചെറിയൊരു ഡിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അയണിങ് ചെയ്യുന്ന സമയത്ത് വലിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് അത് ഇടേണ്ട ആവശ്യമൊക്കെ വരും. ആ ഒരു സ്പേസിലാണ് നമ്മൾ നമ്മുടെ ഹയർ ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഒരു യൂട്ടിലിറ്റി ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ബ്രൂമും ഈ മോപ്പ് സ്റ്റിക്കും ഇതെല്ലാം നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മറ്റൊരു സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ലൈഡിംഗ് ഒക്കെ ചെയ്ത് ഒരു ലോണ്ടറി ബോക്സ് ഒക്കെ പോലെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് വെക്കുന്ന ഡ്രസ്സ് വെക്കാനൊക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ ഉണ്ട്.
ഈ ഒരു സ്റ്റോർ റൂമിൽ നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റോറേജ് വാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടോപ്പിൽ 2 എണ്ണം ഇത്തരത്തിലുള്ള ഒരു ക്രോക്കറി ഷെൽഫൊക്കെ പോലെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഈ ഗ്രോസറീസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഫുള്ളായിട്ട് ഒരു സ്റ്റോറേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ലൈഡിങ് സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഈ ഉള്ളിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫുള്ളി വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് നമ്മൾ ആ സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതിന് താഴെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള സ്റ്റോറേജ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഡോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ഡോറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ 2 ഡോറുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ മോഡുലാർ കിച്ചണിൽ വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് പോകുന്നതായിട്ടുള്ള ഡോറാണ്. അപ്പോൾ ഈ ഡോറൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒത്തിരി യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലുള്ള ഒരു സ്ലൈഡിങ് ഡോറാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ ഒരു അധികം സെക്യൂരിറ്റി കൺസേൺ ഇല്ല. ഇവിടെ വരുമ്പോഴേക്കും നമുക്കൊരു വുഡൻ ഡോറിനെ ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാ തീമും നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ ഡോറിനെ നിങ്ങൾ കുറച്ചും കൂടി ഈ സൈഡിലേക്ക് മാറി വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഈ രീതിയിൽ നമുക്ക് സ്ഥലം വേസ്റ്റ് ആവാത്ത രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് മാറിക്കോളൂ. അപ്പോൾ രീതിയിൽ കണ്ടോ, ഈ രീതിയിൽ നമുക്ക് മടക്കി ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇത് ഇതേ രീതിയിൽ നമുക്ക് മടക്കി തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പേസ് ഒട്ടും മിസ്സാവില്ല. എൻ്റയർ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. നമ്മുടെ ഈ ഒരു എൻട്രൻസ് ഫോയറിന്ന് നമുക്ക് നമ്മുടെ സ്റ്റെയർകേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു റൂം കൂടെ വരുന്നുണ്ട്, നമ്മുടെ ഒരു ഗസ്റ്റ് റൂം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് റൂമിൽ എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റൂമിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട ഒരു സിമിലർ പാറ്റേണിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ സീലിങ്ങിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് സീലിങ്ങിന് ചുറ്റും ഒരു വുഡൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ബെഡ് കിടക്കുന്ന ഒരു പോർഷനിലായിട്ട് നമ്മൾ ചെറിയ 1-2 ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോട്ടിൽ വരുന്ന ഇത്തരത്തിലുള്ള വുഡൻ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ സീലിങ്ങിലും അത്തരത്തിലുള്ള ചെറിയ ഇതിനെ മാച്ച് ചെയ്യുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത്. കോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോമാറ്റിൽ ഹെഡ് ബോർഡിൽ മാത്രം 2 ഒരു പില്ലർ ഫോമാറ്റിലുള്ള ഒരു ഡിസൈനൊക്കെ ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു ഗ്രൂവ്സാണ് ഇവിടുത്തെ ഡീറ്റെയിൽ വന്നിട്ടുള്ളത്. ആ സിമിലർ സാധനം നമുക്കിവിടെ നമ്മുടെ ഈ സൈഡ് ടേബിളൊക്കെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ സെയിം ഹാൻഡിൽ നമുക്കിവിടെ കാണാം. ഇതിനെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലെഗിൽ സപ്പോർട്ടാവുന്ന ഫോർമാറ്റിലാണ് എല്ലാത്തിൻ്റെയും ഒരു ഡീറ്റെയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം അതൊരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നുള്ള ഉദ്ദേശത്തിൽ അത് ചെയ്തിട്ടുള്ളത്. ഈ സാധനത്തിന് മാച്ച് ചെയ്യുന്ന കേർട്ടൻസും അതുപോലെ തന്നെ പിക്ചർ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ഈ റൂമിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ സാധനമായി. നമുക്ക് ഇവിടുന്ന് നേരെ ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രസ്സിങ് സ്പേസും അതുപോലെ തന്നെ ഫുൾ ഹൈറ്റിലുള്ള ഒരു വാർഡ്രോബ്, അതായത് ലോഫ്റ്റ് സ്റ്റോറേജ് അടക്കമുള്ള വാർഡ്രോബ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷട്ടറെല്ലാം നമ്മൾ പ്ലൈവുഡ് ആൻഡ് വിനീറാണ് ഫിനിഷസ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കളർ ഷീറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡ്രസ്സിങ് സ്പേസും ഒരു മിററും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നേരെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോയർ സ്പേസിൽ തന്നെ നമ്മുടെ സ്റ്റെയർ കേസ്, മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ള സ്റ്റെയർ കേസിനെ നമ്മൾ ഇത്തരത്തിൽ ടീക്ക് വുഡ് ക്ലാഡ് ചെയ്ത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെയും ഒരു കൺസേൺ ആയിരുന്നു നമുക്ക് ഇത്തരത്തിലുള്ള വുഡൻ ക്ലാഡിങ് വേണം എന്നുള്ളതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാസ്റ്റ് അയണിലുള്ള ഒരു ഹാൻഡ് റെയിൽ ചെയ്യുക എന്നുള്ളതും ഒരു കൺസേൺ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്നൊക്കെ നമ്മൾ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് പോസ്റ്റ്, ഒരു വലിയൊരു പോസ്റ്റ് നമ്മൾ ചെയ്തു. ഹാൻഡ് റെയിലും അതിനെ മാച്ച് ചെയ്തിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഒരു റെയിലാണ് നമുക്ക് പോകുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബാലുസ്റ്റേഴ്സ്, ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്ലാക്ക് എന്താ പറയുക ഫിനിഷിങ്ങിലാണ് നമ്മൾ ഈ കാസ്റ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ത്രെഡും റൈസും എല്ലാം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ടീക്ക് വുഡ് ഇത്തരത്തിൽ ക്ലാഡ് ചെയ്ത് കൊടുത്തേക്കാണ്. ഒരു ചെറിയ ഡീറ്റെയിൽ നമ്മൾ ഈ ജോയിൻറ്റിൽ ഇത്തരത്തിലൊരു ഒരു ഗ്രൂവ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റെയർ കേസ് പോകുന്നത്. ഈ വരുന്നൊരു വാളിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഔട്ട്ഡോറിലും നമ്മൾ ഇൻഡോർ സ്പേസിലൊക്കെ നമ്മൾ സെയിം ഒരു ക്ലാഡിങ് വെച്ചിട്ട് അതിനൊന്നും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും അത്തരത്തിലുള്ള ഒരു ക്ലാഡിങ് പോയിട്ടുള്ളത്. ഇവിടെയും നിങ്ങൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈല് നമ്മൾ അതിനൊരു കണ്ടിന്യൂറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സീലിംഗ് ടൈലും ഒരു ഹാങ്ങിങ് ലൈറ്റും ഒക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വരാന്ത സ്പേസിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ഇങ്ങനൊരു സ്പേസിലേക്കാണ്
നമ്മൾ ഫസ്റ്റ് എത്തുന്നത് നമുക്ക് ഇവിടെ 2 റൂമുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫോർമൽ ലിവിങ്ങിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് ആണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ടീക്വുഡിൽ നമ്മളൊരു സീറ്റിങ്ങും സ്റ്റോറേജ് ഒക്കെ ചെയ്തു, ഇത്തരത്തിലുള്ള ഒരു ബാക്ക് റെസ്റ്റ് ഒക്കെ ചെയ്തു. ഇത് ഒരു മോഡേൺ ഫോർമാറ്റിൽ ആ ഒരു ട്രഡീഷണൽ ഡിസൈൻ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഇത്തരത്തിൽ കുറച്ച് വെർട്ടിക്കൽ പെർഗോളോസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂമും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹാങ്ങിങ് ബെഡും ഈ ഒരു ഫയർ സ്പേസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ സീലിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വുഡൻ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു സ്പേസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്കിനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അതൊന്ന് നോക്കാം. ഈ റൂം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്സ് ബെഡ്റൂം അല്ലെങ്കിൽ സൺ ബെഡ്റൂം എന്നൊക്കെ നമുക്ക് പറയാം. ക്ലയൻറ്റിൻ്റെ ഏറ്റവും മൂത്ത മോൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മുകളിൽ സീലിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ സീലിങ്ങിലാണ് ഞങ്ങളൊരു ചെറിയ വുഡൻ പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബെഡ് എടുത്തു കഴിഞ്ഞാൽ ബെഡിൻ്റെ അതായത് ഈ കോട്ടിൻ്റെ ഡിസൈൻ തന്നെ ഒരു ഡിസൈൻ ഫോർമാറ്റിൽ ചെയ്തു. നമ്മൾ താഴത്തൊന്നും കണ്ടതല്ലാത്ത കുറച്ചും കൂടെ ഒരു മോഡേൺ ഫോർമാറ്റിലാണ് ഇവിടുത്തെ കോട്ടെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് ടേബിൾസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സൈഡ് ടേബിൾ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു എലിവേറ്റഡ് ആയിട്ട് 4 കാലിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഒരു ഫോർമാറ്റിലുള്ള ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്റ്റഡി ടേബിളാണ് ഇരിക്കുന്നത്. നമ്മൾ താഴെ ചെയ്ത സമയത്തെല്ലാം നമ്മൾ കുറച്ചധികം ഒരു ട്രഡീഷണൽ എലമെൻറ്റ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നമ്മൾ ആ ഒരു എലമെൻറ്റ്സ് കുറച്ച് മിനിമം ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് നമ്മളൊരു ചെറിയ കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള 2 പിക്ചർ ഫ്രെയിംസ് കാണാം. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾ 2 ടീഷർട്ട് പോലെ ആയിരിക്കും ഇത് കാണുന്നുണ്ടാവുക. ഇത് ആക്ച്വലി റിയൽ ടീഷർട്ട്സ് ആണ്. അതായത് നമ്മുടെ ഈ റൂം ഓൺ ചെയ്യുന്ന നമ്മുടെ ക്ലയൻറ്റിൻ്റെ മോൻ എന്ന് പറയുന്ന ആൾ ദുബായിലുള്ള സ്കൂളിൽ നിന്ന് ഈ ഒരു വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളി അവിടെ നിന്നെല്ലാം വന്ന് നമ്മുടെ നാട്ടിൽ സെറ്റിൽ ആവുന്ന സമയത്ത് അവിടെ നടത്തിയ സെൻഡ് ഓഫിന് അവരെ ഫ്രണ്ട്സ് എല്ലാം കൊടുത്തിട്ടുള്ള ഓട്ടോഗ്രാഫ്സ് ആണിത്. അപ്പോൾ അതിൻ്റെ ഒരു റിമംബറൻസ് എന്നുള്ള രീതിയിൽ ആ ടീഷർട്ടിനെ 2ആയി കട്ട് ചെയ്ത് 2 ഫ്രെയിമിലേക്ക് നമ്മുടെ ഈ ഒരു തീമിലേക്ക് മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻറ്റീരിയർ ഇവിടെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്നതിന് വേണ്ടി കുറേ എലമെൻറ്റ് ചെയ്യാന്നുള്ളൊരു പണി നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്തിട്ടേ ഇല്ല. ആ റിക്വയർമെൻറ്റ്സിനെ സോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമുക്കിനി ചെറിയ ഡ്രസ്സിങ് സ്പേസും കൂടെ ഇവിടെ ഉണ്ട്. ഈ ഒരു ഡ്രസ്സിങ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ബാക്കിയുള്ള പാറ്റേണിലൊക്കെ കണ്ടതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ എൻട്രിയിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വുഡൻ ഒരു ഫ്രെയിം എല്ലാം കൊടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അതായത് ലോഫ്റ്റ് ഹൈറ്റിൽ നമുക്കൊരു സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ട് ഒരു 4 ഷട്ടർ ആയിട്ടുള്ള വാർഡ്രോബ് ഉള്ളത്. ഇതും നമ്മുടെ സെയിം വിനീർ ഫിനിഷ് തന്നെയാണ്. കാർ കേസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BWP 710 ഗ്രേഡിലുള്ള പ്ലൈവുഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഷട്ടേഴ്സ് എല്ലാം ഈ പറഞ്ഞ വിനീർ ഫിനിഷിലുമാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ചെറിയ മിററും ഒരു ചെറിയ ഡ്രസ്സിംഗ് യൂണിറ്റ് ഫോർമാറ്റിലൊക്കെ നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ബാക്കി എല്ലാ റൂമിലും നമ്മുടെ ഈ ഡ്രസ്സിംഗ് സ്പേസിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റിലേക്ക് എൻട്രി വരുന്നത്. പല ആളുകളും നമ്മുടെ അടുത്ത് ടോയ്ലറ്റ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ പലപ്പോഴും ടോയ്ലറ്റ് നമ്മൾ കാണിക്കാനുള്ള പല പ്രയാസങ്ങൾ കാരണമാണ് കാണിക്കുന്നത്. ഇവിടുത്തെ ഏതായാലും ടോയ്ലറ്റ് നമ്മൾ ഇത്തിരി രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടോയ്ലറ്റ് കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഡോർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഡോറിലേക്കും നമ്മൾ സെയിം വുഡൻ ഡോർ വിത്ത് സിമിലർ ഡീറ്റെയിൽ വെച്ചിട്ട് ഈ ഒരു ഫ്ലൂട്ടഡ് ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡോറും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോയ്ലറ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമം ആയിട്ട് എന്നാൽ നല്ലൊരു പ്രീമിയം ഫോർമാറ്റിൽ ചെയ്തെടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ടൈലാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. 6x4 സൈസിലുള്ള ടൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മിനിമം ജോയിൻറ്റ്സ് നമുക്ക് വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 270 സെൻറ്റിമീറ്റർ ബൈ 180 സെൻറ്റിമീറ്റർ സൈസിലാണ്. അതായത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റിനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഫിറ്റിംഗ്സിൻ്റെ ഒരു അറേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഫോർമാറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ ചെയ്തിട്ടില്ല, കാരണം ക്ലയൻറ്റിന്
പാർട്ടീഷൻ വേണ്ട എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇത്തരത്തിലുള്ള വാഷ് ബേസിൻ, അത് തൊട്ടടുത്തായിട്ട് നമുക്ക് നമ്മുടെ വാട്ടർ ക്ലോസറ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു വെറ്റ് ഏരിയ, ഷവർ ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷവർ നമുക്കൊരു റെയിൻ ഷവറൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെന്റിലേഷൻ ക്ലീൻ ആയി തന്നെ നിൽക്കുകയാണ്. നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നമ്മൾ സീലിംഗിൽ എക്സോസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ എക്സോസ്റ്റ് പർപ്പസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗിൽ നീറ്റായിട്ട് എന്താ പറയുക COB ലൈറ്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷട്ടറും നമ്മുടെ വെന്റിലേറ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ തീമിനെ മാച്ച് ചെയ്ത് പ്രീമിയം ആയിട്ട് വുഡിൽ തന്നെയാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ അപ്പർ സ്പേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഡബിൾ ഹൈറ്റ് പ്ലസ് നമുക്ക് ഇവിടെയും നല്ലൊരു വോളിയം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മളെ ഒരു സ്ലോപ്പ് റൂഫ് ഫോർമാറ്റിലായിരുന്നു നമുക്ക് സീലിംഗ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സിമെട്രിക് ഫോർമാറ്റിലൊക്കെ ആക്കി അതിനൊരു പ്രീമിയം ഫീൽ വരുന്നതിന് വേണ്ടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സെയിം വുഡൻ ഡീറ്റെയിൽ, അതായത് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ നമ്മൾ മിനിമം ആയിട്ട് ഇത്തരം ഒരു എലമെൻറ്റ് വെച്ച് നമ്മൾ അതിനൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് നമ്മുടെ ഈ ഒരു തീമിനെ മാച്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്ത് നമ്മുടെ ആ ഒരു ഫോയർ സ്പേസ്, ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസും നമ്മുടെ എൻട്രി സ്പേസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. സെയിം നമ്മുടെ ഹാൻഡ് റെയിൽസിന് മാച്ച് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കാസ്റ്റ് അയണിലുള്ള ഒരു ബാലുസ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ മെയിൻ ആൾക്കാരെ ഇവരെ പരിചയപ്പെടുത്താതെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേക്കും എല്ലാവരും ധരിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് വന്ന് കല്ലടുക്കി പറക്കി നമ്മൾ മറ്റേ പ്ലൈവുഡ് എടുത്ത് ചെയ്യാന്നുള്ളതാണ്. ഒരിക്കലുമല്ല. വലിയൊരു നമ്പർ ഓഫ് ആൾക്കാർ ആൾക്കാരുടെ എഫേർട്ടാണ് നമ്മൾ ഈ കാണുന്ന ഓരോ പ്രൊജക്റ്റും. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഒരു ഈശ്വരാനുഗ്രഹം നന്നായിട്ടുള്ളതുകൊണ്ട് ഈ പ്രൊജക്റ്റും നമുക്ക് വളരെ ഭംഗിയായിട്ട് ക്ലയൻറ്റും വളരെ സന്തോഷത്തോടു കൂടെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒത്തിരി അധികം പണിക്കാർ അല്ലെങ്കിൽ ആളുകൾ പണിയെടുക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യണം. എൻ്റയർ പ്രൊജക്റ്റിന് നമുക്കൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു ടൈം ലൈൻ, ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സഫ്വാൻ ടെൻഡർ കോക്കനട്ട്, അതുപോലെ തന്നെ നമ്മുടെ സൂരജ് ടെൻഡർ കോക്കനട്ട്, ഇവരാണ് നമുക്ക് ഈ എൻ്റയർ കൺസ്ട്രക്ഷൻ ആൻഡ് കോർഡിനേഷൻ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഓൾറെഡി ലെങ്ത് ആയിരിക്കാവും, പക്ഷേ എന്നാലും സഫ്വാൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒരു 2 വാക്കിൽ നമ്മളെ വ്യൂവേഴ്സിന് ഷെയർ ചെയ്തോളൂ. ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ചാലഞ്ചിങ് ആയിരുന്നു. ആർക്കിടെക്ട്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലൈൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ രണ്ടിൻ്റെയും മിഡിൽ നിന്നിട്ട് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ദ ഇൻറ്റീരിയർ, നിങ്ങളിപ്പം കണ്ടിരിക്കുന്ന ആ ഇൻറ്റീരിയർ ഫോർമാറ്റിൽ ഇതിനെ ഫിനിഷ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ചാലഞ്ച് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടേതായ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന പല പ്രൊജക്ട്സും ലൈം ലൈറ്റിൽ വരാൻ പോകുന്ന പ്രൊജക്ട്സ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സാധനങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു പ്രയറും സപ്പോർട്ടും നമുക്ക് തീർച്ചയായിട്ടും വേണം. ഒബ്വിയസ്ലി നമുക്ക് പേരെടുത്ത് പറഞ്ഞാൽ തീരൂല, അത് കാരണം നമ്മൾ പേര് പറയുന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്, ഒത്തിരി ആൾക്കാർ. കാരണം എല്ലാ മേഖലയും നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഒരു സഫ്വാനെ കൊണ്ടോ ഒരു സൂരജിനെ കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പിന്നിൽ വന്നിട്ട് കണ്ടമാനം ടീമുണ്ട്. ആ ടീമിൻ്റെ ആ ഒരു സപ്പോർട്ടീവ് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല രീതിയിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അതെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് അല്ലേ സൂരജ്? അപ്പോൾ ആ വീഡിയോസും നിങ്ങൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ്, ബൈ.